Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം നിഫ്റ്റി തന്നെ പരിശോധിക്കാം. 25/7/2024 വ്യാഴാഴ്ച വൈകുന്നേരം നിഫ്റ്റി ക്ലോസ് ആയത് 24,415 എന്ന ലെവലിലായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഓപ്പൺ ആയത് 24,423 എന്ന ലെവലിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ്. കഴിഞ്ഞ ദിവസം നിന്നിടത്ത് തന്നെ നിന്നിട്ട് അതേപോലെ മുകളിലോട്ട് പോവുക, കൃത്യമായി ആ ക്ലോസ് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ ഓപ്പൺ ആവുക. വെള്ളിയാഴ്ച നൽകിയ ഈ മൂവ്മെന്റിന് പ്രത്യേകിച്ച് അനലൈസേഷനൊന്നും പറയാനില്ല എന്നതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു അപ്വേർഡ്. പതിയെ ആണെങ്കിലും വൺ സൈഡ് അപ്വേർഡ് തന്നെ മൂവ് ചെയ്തു. എങ്ങനെ ഫാൾ ചെയ്തോ അതുപോലെ തന്നെ തിരിച്ച് കൃത്യമായി കയറി പോവുകയാണ് ചെയ്തത്. ഏതാണ്ട് 450 പോയിന്റിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 530ഓളം പോയിന്റിന് ഒറ്റയടിക്ക് വീണിരുന്നു. എന്നാൽ ഇത് 450ഓളം പോയിന്റിന്റെ അപ്സൈഡ് റാലി തന്നെയാണ് തന്നിരുന്നത്. ന്യൂസ് ബേസ്ഡ് ആവാം, എല്ലാം ന്യൂസ് ബേസ്ഡ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നത്. അത് 1 മിനിറ്റ് 3 മിനിറ്റിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു എൻട്രി ലഭിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഡേയ്സ് ലോ കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്തവർക്ക് ഈ ലെവലിൽ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു റിട്രേസ് വീണ്ടും അപ്വേർഡ് കയറി ക്ലോസ് ചെയ്തു. അപ്പോൾ ഒന്ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ഒരാൾക്ക് പതിയെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡിനെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. നമ്മളിവിടെ വീണ്ടും ലഭിക്കാവുന്ന ഈ ഏരിയയ്ക്ക് മുകളിൽ ചെറിയ മൈനർ റെസിസ്റ്റൻസുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ വീണ്ടും ലഭിക്കാമെന്ന് കരുതിയ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയിൽ മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ തന്നിട്ടുണ്ടാവുക. എങ്കിലും സേഫർ സോണിൽ നിൽക്കാൻ കഴിയുമായിരുന്നു. അഥവാ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതിനു ശേഷം വീണ്ടും വേണമെങ്കിലും ഒരു റീ എൻട്രി ലഭിക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ആർക്കെങ്കിലും ഇവിടെ വീണ്ടും വീണേക്കാമോ എന്നൊരു തോന്നൽ, കഴിഞ്ഞ ദിവസത്തേക്ക് വീഴ്ചയോട് ബന്ധപ്പെട്ട് നിഫ്റ്റി എവിടുന്ന് വേണമെങ്കിലും തിരിഞ്ഞേക്കാം. ഒരു ചെറിയ ഒരു ഡിക്ലൈൻ കാണുമ്പോൾ തന്നെ സെല്ലിംഗ് ആണ് ആയേക്കാം എന്ന് കരുതി അഡ്വാൻസ് PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത വല്ല കാര്യം അന്നത്തെ കഥ പോക്ക് തന്നെ. എന്നാൽ ഒരു വ്യക്തമായ സ്റ്റോപ്പ് ലോസോട് കൂടി ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഓപ്ഷന്റെ കാര്യത്തിനകത്ത് ഇനി നിഫ്റ്റി പുട്ട് ഓപ്ഷൻ അബദ്ധവശാൽ വാങ്ങി ഹോൾഡ് ചെയ്ത് അടുത്ത ദിവസം വീഴുമെന്ന് കരുതി ഹോൾഡ് ചെയ്ത് പോയവർക്ക് 2 ദിവസത്തെ അവധിയും കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായും വലിയ ലോസ് തന്നെ സംഭവിക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച്, അതല്ല ഏത് ട്രേഡർ ആയിരുന്നാലും തീർച്ചയായും ഫസ്റ്റിലെ കണ്ടെത്തേണ്ട ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയിന്റ് തന്നെയാണ്. ഓപ്പണിംഗ് ഈ തരത്തിൽ ലഭിക്കുമ്പോൾ നമുക്ക് ഈ ലെവലിൽ വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാമായിരുന്നു. തലേദിവസത്തെ ക്ലോസിങ്ങിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് കരുതിക്കൊണ്ട് വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ തരത്തിലുള്ള ചില പോയിന്റുകളെ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയൊരു മൂവ്മെന്റ് അപ്സൈഡിലോട്ട് തന്ന നിഫ്റ്റി നാളെ, അതായത് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തു വരുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അഥവാ ട്രേഡിംഗ് ലെവലുകൾ എന്തായിരിക്കും എന്ന് ഞാനൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് വിശദീകരിക്കാം. 24,818 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവൽ, പ്രധാന സപ്പോർട്ട് ലെവൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഒരു പുതിയ ആൾ ടൈം ഹൈ ആണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റി തന്നിരുന്നത്. ആ ലെവൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 24,904, 991, 25,021, 25,072, 25,147 എന്നിങ്ങനെ മുകളിലോട്ട് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനും മുകളിലോട്ട് നിഫ്റ്റി ഇതൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഒരു ന്യൂസ് ബേസ്ഡ് ആണെങ്കിൽ തീർച്ചയായും അതിനും മുകളിലോട്ട് കടന്നു പോയേക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ ലഭിക്കുകയാണെങ്കിൽ പോലും ഒരു ഡിക്ലൈൻ കിട്ടി ഈ ലെവലുകളിൽ എവിടെ നിന്നെങ്കിലും സപ്പോർട്ട്, ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ലെവലുകളിൽ എവിടെ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് തരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യുക അപ്വേർഡ് ഡയറക്ഷനിൽ. അഥവാ അങ്ങനെയല്ലാതെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലെ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു എന്ന് തന്നെ കരുതിക്കൊണ്ട്, ഇതിവിടെയാണല്ലോ ക്ലോസ് ചെയ്തത്, അപ്പം തിങ്കളാഴ്ച ഓപ്പൺ ആകുമ്പോഴും ഈ ഏരിയയിൽ തന്നെ ഒരു ഓപ്പണിംഗ് തരികയാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ എങ്കിൽ
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അഥവാ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,147 എന്ന ലെവലാണ്. അതിനിടയിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം 6 ആഗായി പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ ഓരോ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡിക്ലൈൻ വന്ന് അപ്വേർഡ് പോകാനുള്ള ലെവലുകളാണ്. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിൽ രേഖപ്പെടുത്തിയ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുക എന്നത് മാത്രമല്ല, എന്നാൽ ഈ ലെവൽ 24,756 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്മൂവിൽ ഡേയ്സ് ഹൈ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി നിലനിർത്തിക്കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും അപ്വേർഡ് പോവാതെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്പോൾ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെ ഒരു 15 മിനിറ്റ് വീണ്ടും അതിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ വന്നേക്കാം എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 24,697, 646, 583, 555, 503, 24,445, 24,424 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഇതേ ലെവലുകൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ്. നിങ്ങൾക്കും ഉപയോഗിക്കാം, പക്ഷേ റിസ്ക് നിങ്ങളുടേത് മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 51,519 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 51,263 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നത് എങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തതിനോട് ചേർന്ന് അടുത്ത ഈ ഏരിയകളിൽ എവിടെയെങ്കിലുമായി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ ചൂസ് ചെയ്യും. അതൊരു അപ്വേർഡ് മൂവ്മെന്റിനുള്ള ഇൻഡിക്കേഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലഭിക്കണമെന്ന് കരുതുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന 54,519 എന്ന ലെവൽ തന്നെയാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 51,632, 51,831, 946, 52,089 എന്ന ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലായി രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. 54,225 എന്ന ലെവലിന് താഴെ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് ഈ ലെവലിന് താഴോട്ട് 51,135 എന്ന ലെവലിന് താഴെയൊക്കെ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അല്പം കൂടി താഴോട്ട് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 51,063, 50,937, 50,559 എന്നിങ്ങനെയുള്ള ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നു. 50,773 എന്നീ ലെവലുകളൊക്കെ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുക. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് നോക്കാം.
ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 81,181 എന്ന ലെവലാണ്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 81,588 എന്ന ലെവലുമാണ്. അപ്പോൾ നാളെ ഈ ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ഈ രണ്ട് ഏരിയ ഇത് അല്പം റേഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഹൈയും ഇതുവരെ രേഖപ്പെടുത്തിയ ഹൈയും ഈ ലെവലും ഇങ്ങനെ മൈനർ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അത് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ, ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഏതാണോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മൈനർ സപ്പോർട്ടും കൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ്, ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 51,588 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ്. എന്നാൽ ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയതിനു ശേഷം, ഈ ഇതുവരെ രേഖപ്പെടുത്തിയ ഈ ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകിയതിനു ശേഷം വീണ്ടും ഡിക്ലൈൻ കിട്ടുകയാണെങ്കിലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് തന്നെ മൂവ് ചെയ്തേക്കാം എന്ന ഫീലാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 81,588, 622, 752, 967 എന്നിങ്ങനെ 83,000 ലെവൽ വരെ പോയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ നാളെ ഒരു തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ 81,181 എന്ന ലെവലിൽ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട്, പൊട്ടിക്കാതെ അതിന് മുകളിലോട്ട് കടന്നു പോകാതെ നിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴെയോട്ട് ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 81,052 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലോട്ട് സഞ്ചരിച്ചേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. കാണാം എന്ന് കരുതുന്നു. 80,962, 80,804, 735, 630, 519, 80,276, 149, 80,076 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് അവ. നിങ്ങൾക്ക് വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ലെവലുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാന്. നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമായി തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്കുകൾ നൽകുക, പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതായത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ തീർച്ചയായും പിൻ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകാവുന്നതാണ്. അവിടെയുള്ള നിർദ്ദേശങ്ങളും കമൻറ്റുകളും നിങ്ങൾക്കും കേൾക്കാൻ കഴിയുന്നതാണ്. പുതിയ ലെവലുകൾ കിട്ടുകയോ എന്തെങ്കിലും സജഷൻസ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ, എനിക്ക് ഇത് ഇങ്ങനെയായിരിക്കാം സഞ്ചരിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു അനലൈസേഷൻ പ്രകാരം ഓപ്പണിങ്ങിന് ശേഷം ലഭിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കൃത്യമായ ഒരു ലെവൽ കിട്ടുകയാണെങ്കിൽ മാത്രമല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഒരു പോസിറ്റീവ് ട്രേഡാണ് എന്ന് ഫീൽ ചെയ്താൽ, അത്രയും ഒരു ഗ്യാരണ്ടി ഫീൽ ചെയ്താലല്ലാതെ ഞാൻ അങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ചെയ്യുന്നതിന് കൃത്യമായും ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ബൈയിങ് ആണെങ്കിൽ ഞാൻ റെഡ് ലൈനാണ് സ്റ്റോപ്പ് ലോസ് ആയി കാണിക്കുക. അതായത് എൻ്റർ ചെയ്യേണ്ട ഏരിയ ലെവൽ ഒരു ബ്ലാക്ക് ലൈനും തൊട്ട് താഴെ ഒരു റെഡ് ലൈനും വരച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്വേർഡ് സഞ്ചരിക്കും, അതായത് ബൈ ചെയ്യാം, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്നാണ് ഇൻഡിക്കേഷൻ കൊടുക്കാറ്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ലൈനാണ് ബ്ലാക്ക് ലൈനിന് മുകളിൽ ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്ഷൻ, സെല്ലിംഗ് ചാൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമെന്നാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മിക്കവാറും എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ തരത്തിലാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അഥവാ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്കും കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രമിക്കുക. അടുത്ത ദിവസവും നല്ല മൂവിങ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്